മരണപ്പെട്ടു പോയ വ്യക്തിയുടെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരമായിട്ട് 10 ലക്ഷം രൂപ അത് തിങ്കളാഴ്ച തന്നെ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ജോലി നൽകണമെന്നുള്ളതായിരുന്നു ഒരാവശ്യം. അപ്പോൾ അത് ഗവൺമെൻറ്റിൽ സംസാരിച്ചിട്ടുണ്ട്. സ്ഥിര ജോലി ലഭിക്കുന്നതിന് വേണ്ടി ശുപാർശ ജില്ലാതലത്തിൽ നിന്ന് ഉടനെ തന്നെ ഗവൺമെൻറ്റിലേക്ക് അയക്കും. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ 2 മക്കളുണ്ട്. അപ്പോൾ അവരുടെ വിദ്യാഭ്യാസ ചെലവ് കൂടി സർക്കാർ ഏറ്റെടുക്കണം എന്നൊരാവശ്യമുണ്ടായിരുന്നു. ഇക്കാര്യവും ബഹുമാനപ്പെട്ട മന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ അനുകൂല തീരുമാനം എടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം അവരുടെ കടബാധ്യതകൾ ഉണ്ടെങ്കിൽ എഴുതി തള്ളുന്നതിനും 10 ലക്ഷം കൂടാതെ 40 ലക്ഷം രൂപ കൂടി അനുവദിക്കണം എന്നൊരാവശ്യം ചർച്ചയിൽ എല്ലാവരും ഉന്നയിച്ചു. അപ്പോൾ അത് സർക്കാർ തലത്തിൽ തീരുമാനമെടുക്കേണ്ട വിഷയമാണ്. അപ്പോൾ അതിൽ അനുകൂലമായ ഒരു റിപ്പോർട്ട് ഗവൺമെന്റിലേക്ക് കൊടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. കളക്ടർ ഒരു കാര്യം, ഇതിൽ ഈ ഹാസനിൽ നിന്ന് പിടികൂടിയ കർണാടകയിലെ ആന റേഡിയോ കോളർ പിടിച്ച് ഇവിടെ വരുമ്പോൾ നമ്മുടെ ഫോറസ്റ്റ് ബോർഡറിൽ കൊണ്ടുപോയി വിടുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ചാണല്ലോ ഇപ്പോൾ തോന്നിച്ചത്. 2ാമത്തെ കേസാണ്. അപ്പോൾ കർണാടകയായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? നമ്മളിക്കാര്യം അറിയിച്ചിരുന്നു. ഇത് കർണാടകയിൽ നിന്ന് പിടിച്ച ഒരു ആനയാണ് അവിടെ റിലീസ് ചെയ്തതെന്നാണ് വനംവകുപ്പിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ 2 തവണ ഇങ്ങനെ ഇഷ്യൂ ഉണ്ടായ സ്ഥിതിക്ക് എന്തായാലും ഗവൺമെന്റ് തലത്തിലൊരു ചർച്ച ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. ബഹുമാനപ്പെട്ട മന്ത്രിയെ കൂടി വിവരം ധരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കർണാടക സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിഷയം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് പ്രതീക്ഷ.